മന്ത്രി വീണ ജോർജിനെതിരായിട്ടുള്ള അതിക്രമം വീണ ജോർജിനെതിരായിട്ട് വലിയ രീതിയിലുള്ള കള്ളപ്രചാരവേല മുമ്പ് തന്നെ നടക്കുകയായിരുന്നു. ചില ചാനലുകളിൽ ഇവർക്കെതിരെ വാർത്ത ചമക്കാനായി പ്രത്യേക സംവിധാനം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പത്രപ്രവർത്തക ലോകത്തു നിന്നും സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വന്ന ഇവർക്കെതിരെ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് UDF നടത്തുന്നത്. മത്സരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഇവർക്കെതിരെ കള്ളപ്രചാരവേലകളും പരമ്പരകൾ തന്നെ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് നല്ല രീതിയിലുള്ള വിജയമാണ് അവർ നേടിയിട്ടുള്ളത്. മന്ത്രിയായതിനു ശേഷം ആരോഗ്യ മേഖലയിൽ ഉയർന്നു വന്ന സർവതല സ്പർശിയായ മേഖലയിലുള്ള പ്രശ്നങ്ങളിലെല്ലാം ഇടപെട്ട് ആരോഗ്യ മേഖലയെ ലോകോത്തരമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കാര്യക്ഷമമായ പങ്കുവഹിച്ചാണ് അദ്ദേഹം അവരെ മുന്നോട്ടേക്ക് പോകുന്നത്. ആരോഗ്യ മേഖലയിൽ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിന് സവിശേഷമായ മേഖലയിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. ആർദ്ര മിഷന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായി എല്ലാ ചികിത്സകളും സർക്കാർ മേഖലയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ തന്നെ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ആരോഗ്യമേഖല വലിയ രീതിയിലുള്ള നേട്ടം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇത്. അതിന് നേതൃത്വം നൽകിയ ആരോഗ്യമന്ത്രിക്കെതിരായി വലിയ രീതിയിലുള്ള ഗൂഢാലോചനയാണ് നടന്നു വരുന്നത്. വീടിൻ്റെ ഗേറ്റ് തകർക്കുക, അതിക്രമിച്ച് കടന്ന് വീട്ടിൽ റീത്ത് വെക്കുക, കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടികേൾവിയില്ലാത്ത രീതിയിൽ വനിതാ മന്ത്രിയായിരിക്കുന്ന അവരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള KSUക്കാർ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുക, ഇതൊക്കെ കണ്ണൂർ ജില്ലയിലെ KSUക്കാർ മാത്രമല്ല എന്നിപ്പോൾ വ്യക്തമായി. കോഴിക്കോട് ജില്ലയിലെ KSU നേതൃത്വവും അതിൻ്റെ ഭാഗമായിരുന്നു എന്നിപ്പോൾ റിമാൻഡിൽ കിടക്കുന്ന സ്ഥിതി പരിശോധിച്ചപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളെ അപലപിക്കുന്നതിന് പകരം UDF നേതാക്കൾ ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. റീത്ത് വെച്ചത് മുതൽ കടന്നാക്രമിച്ചത് വരെ കേരളത്തിൻ്റെ ജനാധിപത്യപരമായ രാഷ്ട്രീയത്തെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം നയത്തിനെതിരെ സാധാരണ ജനങ്ങൾ മുന്നോട്ടേക്ക് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.